ഹലോ, അപ്പോൾ കണ്ണൂർ ട്രിപ്പിലെ പെറ്റ് സ്റ്റേഷൻ്റെ വീഡിയോ കേട്ടോ ഞാൻ ചെയ്യാൻ പോണത്. നല്ല ബ്യൂട്ടിഫുൾ ആയൊരു സ്ഥലത്താട്ടോ ഈ പെറ്റ് സ്റ്റേഷൻ ഉള്ളത്. പെറ്റ് സ്റ്റേഷൻ്റെ നേരെ ഓപ്പോസിറ്റ് ബീച്ചുണ്ട്. കുറച്ചപ്പുറം പോയി കഴിഞ്ഞാൽ കുട്ടികൾക്ക് കളിക്കാൻ പറ്റിയ പാർക്കുണ്ട്, ടെറഫുണ്ട്. അപ്പോൾ നമ്മളെ മക്കളെയും കൊണ്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ മക്കൾ എന്തായാലും ഹാപ്പി ആയിരിക്കും കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മൾ എൻട്രി ടിക്കറ്റൊക്കെ എടുത്ത് പെറ്റ് സ്റ്റേഷൻ്റെ അകത്ത് കയറിയിട്ടുണ്ട് കേട്ടോ. കയറിയൊക്കെ ഒരു സ്റ്റാച്ചു കാണാൻ പറ്റും കേട്ടോ, ഒരു ആനൻ്റെ സ്റ്റാച്ചു കാണാൻ പറ്റും. പിന്നെ നിറച്ച് കോഴിക്കാർപ്പുണ്ട് പെറ്റ് സ്റ്റേഷൻ്റെ പുറത്ത് തന്നെ. എൻട്രി ടിക്കറ്റ് വരുന്നത് 100 രൂപ കേട്ടോ, 5 വയസ്സിൻ്റെ മുകളിലുള്ളവർക്ക് കേട്ടോ. അതിൻ്റെ കൂടെ ഫിഷ് ഫുഡും പിന്നെ ഏതെങ്കിലും പെറ്റിൻ്റെ കൂടെയുള്ള ഫോട്ടോ എടുക്കാനും നമുക്ക് അതിൻ്റെ കൂടെ അവൈലബിൾ ആട്ടോ. അപ്പോൾ നമ്മൾ ഫിഷിനൊക്കെ ഫുഡ് കൊടുത്തുകൊണ്ടിരിക്കണം കേട്ടോ. കുറച്ച് ഇവിടുന്ന് കൊടുത്തു, ഇനി ബാക്കി അകത്തുനിന്ന് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടോ. അപ്പോൾ അതിൻ്റെ അകത്ത് കയറുന്നത് ഒരു ഗുഹൻ്റെ ഉള്ളിലേക്ക് കയറുന്ന ഫീലാട്ടോ. കയറിയ ഉടനെ തന്നെ 2 kg കാണാൻ പറ്റും കേട്ടോ. മുകളിലും താഴെയായിട്ട് ഒരു പല്ലിൻ്റെ ഒക്കെ പോലത്തെ സംഭവം ഗെക്കോ ആണ്. ഫീമെയിൽ ഗെക്കോ, മെയിൽ ഗെക്കോ ആണ് കേട്ടത്. അതിന് നേരെ താഴെ താറാവിനെ കാണാൻ പറ്റും കേട്ടോ. സിൽവർ വുഡ് ടെക്ക് കേട്ടോ, അതിൻ്റെ ഒറിജിൻ അമേരിക്ക കേട്ടോ. ഇവിടെയുള്ള പെറ്റുകളൊക്കെ പ്രത്യേകത വെച്ചാൽ നമ്മളെ നാട്ടിലത്തത് വളരെ കുറവാട്ടോ, ഒക്കെ വിദേശികളാട്ടോ. അമേരിക്കയിൽ നിന്ന്, ഇറാനിൽ നിന്നും അങ്ങനെ ഓസ്ട്രേലിയയിൽ നിന്നൊക്കെ വന്ന പെറ്റുകളാട്ടോ മിക്കവാറും. ഈ ഒരു അക്വേറിയത്തിൽ കാണുന്നത് അരാപ്പയ്മ കേട്ടോ. കാണാൻ നല്ല വലുപ്പമല്ല അരാപ്പയ്മ കേട്ടോ. ഇതിന് 20 വയസ്സുണ്ടെന്ന് കേട്ടോ പറഞ്ഞത്. കാണാൻ നല്ല രസമുണ്ട് കേട്ടോ. അതിൻ്റെ തൊട്ടപ്പുറത്തിലെ അക്വേറിയത്തിൽ നിറച്ച് ഫിഷുകളുണ്ട്, ഭയങ്കര രസമുണ്ട് കേട്ടോ ഇതും കാണാൻ. പിന്നെ ഇവിടെ നിറയെ താറാവുകളാട്ടോ, പല കൺട്രിത്തെയും താറാവുകളുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ ഇവരെ നെയിമും ഇതിൻ്റെ ഒറിജിനും ഒക്കെ ഇവിടെ മെൻഷൻ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇപ്പുറത്തെ കേജിൽ ക്യാറ്റ് കേട്ടോ, ബംഗാൾ ക്യാറ്റ് കേട്ടോ, ബ്രസീലാട്ടോ അതിൻ്റെ ഒറിജിൻ. അപ്പോൾ അതിങ്ങനെ ഭയങ്കര ഉറക്കിന്, അപ്പോൾ കുറേ നേരം ഇങ്ങനെ മുട്ടിയപ്പോൾ നീർന്ന് കിടന്നു കേട്ടോ. ഇനി ഈ ഒരു സെക്ഷൻ വരുന്നത് പാരറ്റിൻ്റെ ഒരു സെക്ഷൻ ആട്ടോ. ഈ പാരറ്റിൻ്റെ കൂട്ടത്തിൽ 1.5 ലക്ഷത്തിൻ്റെ ഒരു പാരറ്റ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു ഞാൻ കേട്ടോ. ഇതൊന്നും ഈ വൈറ്റ് പാരറ്റ് തന്നെ തോന്നുന്നുണ്ട് കേട്ടോ അത് കാണുമ്പോൾ. പിന്നെ ഈ പെറ്റ് സ്റ്റേഷൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ മുകൾ ഭാഗം ഗ്ലാസും താഴെ ഭാഗം നെറ്റും ഇട്ടുകൊണ്ട് നമുക്ക് ശരിക്കും കാണാൻ പറ്റും കേട്ടോ. ഓരോ പെറ്റുകളും നമ്മളടുത്ത് വന്ന് നിൽക്കണം ഫീൽ തന്നെ ഉണ്ടാവും കേട്ടോ. സാധാരണ ഇങ്ങനെ പെറ്റ് വളർത്തുന്നിടത്തൊക്കെ നെറ്റ് കൊണ്ട് മറച്ചിട്ടുണ്ടാവില്ല, അതുകൊണ്ട് നമുക്ക് ഇത്ര ക്ലിയർ ആയിട്ട് കാണാൻ പറ്റില്ല കേട്ടോ. പിന്നെ ഈ പെറ്റ് സ്റ്റേഷൻ്റെ ഉള്ളിലേക്ക് കയറുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ പറ്റും ഈ പെറ്റ് സ്റ്റേഷൻ്റെ ഓണർ ഈ പെറ്റുകളൊക്കെ എത്രത്തോളം സ്നേഹിക്കുന്നുണ്ടെന്ന് കേട്ടോ. അത്രയും നീറ്റ് ആൻഡ് ക്ലീൻ ആണ് കേട്ടോ. ഓരോ പെറ്റാണെങ്കിലും അവരെ കേജ് ആണെങ്കിലും ഭയങ്കര നീറ്റാട്ടോ. ഇത്രയും ദൂരം ഞാൻ നടന്നിട്ട് ഇതുവരെ എനിക്കൊരു ബാഡ് സ്മെല്ലോ കാര്യങ്ങളോ ഒന്നും ഇതുവരെ കിട്ടിയില്ല കേട്ടോ. ഈ പെറ്റ് സ്റ്റേഷൻ്റെ ഓപ്പണിംഗ് ടൈം 11 മണിയാണെന്നാണ് പറഞ്ഞത്. അതുവരെ ഇത് ക്ലീൻ ആക്കിക്കൊണ്ടിരിക്കുകയെന്നാണ് പറഞ്ഞു കേട്ടോ. എന്തൊരു ബ്യൂട്ടിഫുള്ളാണ് ഓരോ ബേർഡിനെ കാണാനും. ഓരോ ബേർഡിനും പ്രത്യേക ഒരു ഭംഗി കേട്ടോ, അതിൻ്റെതായ ഒരു ഭംഗി എന്നൊക്കെ പറയില്ലേ അതുപോലെ കേട്ടോ. എനിക്കെന്ത് ഭയങ്കര ഇഷ്ടമായി കേട്ടോ. ഈ ഒരു ബേർഡ് കുറേ നേരത്തെ ആടിക്കൊണ്ടിരിക്കുന്നു കേട്ടോ. ആടൽ മാത്രമല്ല ഭയങ്കര സൗണ്ട് ആക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ തൊട്ടടുത്തെത്തിയപ്പോൾ ജസ്റ്റ് ഒന്ന് സൈലൻ്റ് ആയിട്ടോ. ഓരോ കേജിൻ്റെ മുന്നിൽ 5 മിനിറ്റ് നിൽക്കുമ്പോൾ ഇവരെ കളികളൊക്കെ കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. സ്വയം ഇങ്ങനെ ചൊറിഞ്ഞുകൊണ്ടൊക്കെ നിൽക്കുന്നുണ്ട് കേട്ടോ ഓരോ ബേർഡും. അല്ലെങ്കിൽ മറ്റേ ബേർഡിനെ ചൊറിഞ്ഞു കൊടുക്കുന്നു, അങ്ങനത്തെ പരിപാടികളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പുറം പാറി കളിക്കണൊക്കെ ഉണ്ട് കേട്ടോ. ഭയങ്കര രസം കേട്ടോ. എത്ര പെറ്റുകളെ ഇഷ്ടമില്ല, എത്ര ബേർഡ്സിൻ്റെ ഇഷ്ടമില്ല എന്ന് പറഞ്ഞാലും ഈ ബേർഡ്സിനൊക്കെ കാണുമ്പോൾ നമുക്ക് സ്വയം ഇഷ്ടപ്പെടും കേട്ടോ. കാരണം അത്ര നീറ്റായതുകൊണ്ടാണെന്ന് അറിയില്ല കേട്ടോ. കൂടുതലും കുട്ടികൾക്കായിരിക്കും കേട്ടോ ഇവിടെ വരാനും ഇവിടെ വന്നിട്ട് ഭയങ്കര സന്തോഷമൊക്കെ കൂടുതൽ കുട്ടികൾക്കായിരിക്കും കേട്ടോ. പാരറ്റിൻ്റെ സെക്ഷൻ കഴിഞ്ഞപ്പോൾ ഇതിവിടെ ഒരു കുതിര കേട്ടോ, സൊഹറ കേട്ടോ. അതിൻ്റെ നിക്ക് നെയിം കഴിഞ്ഞിട്ട് കുട്ടികളെ സൊഹറ അങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുന്നു കേട്ടോ. പക്ഷേ അത് ഫുഡ് കഴിക്കുന്ന തിരക്കായതുകൊണ്ടാണെന്ന് അറിയില്ല, അത് തിരിഞ്ഞു നോക്കണമൊന്നുമില്ല കേട്ടോ. പക്ഷേ അതിൻ്റെ വാല് കാണാൻ ഭയങ്കര രസം കേട്ടോ. എന്നിട്ട് അതിൻ്റെ അപ്പുറത്ത് KGയിൽ യമുനെ കാണാൻ പറ്റും കേട്ടോ. എനിക്ക് തോന്നുന്നുണ്ട് ഇതുവരെ കണ്ടില്ല പെറ്റിൽ ഇഷ്ടപ്പെടാത്ത എനിക്കിതാണെന്ന് ഇങ്ങനെ തോന്നിട്ടോ, എന്താണെന്നറിയില്ല. ഇനി എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. അപ്പുറത്തെ KGയിൽ ഒരു ക്യൂട്ട് പശു കേട്ടോ, ഒരു കുഞ്ഞി പശു ഉണ്ട് കേട്ടോ. ആന്ധ്രാപ്രദേശിലെ കുള്ളപ്പശു എന്നാണ് പറഞ്ഞാൽ ഭയങ്കര രസമുണ്ട് കേട്ടോ അതിനെ കാണാൻ. തൊട്ടപ്പുറത്തൊരു കുതിര ഉണ്ട് കേട്ടോ, അത് കേജിൻ്റെ പുറത്തേക്ക് ഇങ്ങനെ തലട്ടുകൊണ്ട് കേട്ടോ. അപ്പോൾ അനിയൻ്റെ മോനെ ഇങ്ങനെ തടവി കൊടുക്കുക കേട്ടോ. പിന്നെ അപ്പുറത്തെ ആളെ കണ്ടപ്പോൾ അങ്ങോട്ട് പോയിട്ടോ. ഇവരൊക്കെ എന്താണെന്ന് അറിയില്ല, ആളുകളായിട്ട് ഭയങ്കര അറ്റാച്ച് ഉണ്ട് കേട്ടോ. ഡെയിലി ഇങ്ങനെ ആളുകൾ ഇങ്ങനെ വന്നു പോകണോണ്ടാണോ അതോ ഇതിൻ്റെ ഓണർ ഇറ്റങ്ങൾ ഇത്രത്തോളം സ്നേഹിക്കുന്നുണ്ട് അതുകൊണ്ടാണെന്ന് അറിയില്ല കേട്ടോ. ഇവരൊക്കെ ആളുകളെ കാണുമ്പോൾ തന്നെ ഇങ്ങനെ തല പുറത്ത് ഇട്ടുകൊണ്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. ഇവർ ചിലവിലൊക്കെ കേട്ടോ, എല്ലാവരല്ല.
അങ്ങനെ ഇത് ഓസ്ട്രിച്ച് ആട്ടോ, ഒട്ടകപ്പക്ഷി ആട്ടോ. കാരണം ഞാൻ ഒട്ടകപ്പക്ഷിനെ കുറേ പ്രാവശ്യം കണ്ടിട്ടുണ്ട്, പക്ഷേ ഇത്ര അടുത്തൊന്നും ആദ്യമായിട്ടാണ് കേട്ടോ. ഇത് ക്യാമലാട്ടോ. ഇവർ ഉച്ചമയക്കത്തിലാണ് തോന്നുന്നുണ്ട്, ഭയങ്കര ക്ഷീണം പോലെ കടന്നിട്ടായിട്ടുള്ളത്. ഇവർ എത്ര സൗണ്ട് ആക്കിയിട്ടും വരണേ ഇല്ല കേട്ടോ. അപ്പോൾ ഇവിടെ കേട്ടോ നമുക്ക് പെറ്റിൻ്റെ കൂടെ നിന്നിട്ട് ഫോട്ടോ എടുക്കാൻ പറ്റിയ. അപ്പോൾ സന്മോൻ ചോദിക്കുകയാണ് ഈ ടിക്കറ്റിനെ കൊണ്ട് ഞാൻ ഏത് പെറ്റിനെ എടുക്കുന്നത് കേട്ടോ. ഞാൻ പറഞ്ഞു എനിക്ക് ഇഷ്ടമുള്ള ചെയ്തോന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ ഒരു മോന് ഭയങ്കര സൗണ്ട് കേൾക്കുന്നുണ്ട് കേട്ടോ, ഇങ്ങനെ ആർക്കുന്നുണ്ടായിട്ടോ. അപ്പോൾ നോക്കുമ്പോഴാണ് അവനൊരു സ്നേക്കിനെ എടുത്ത് തോളിട്ടുണ്ടോ. ഇഷ്ടം കൊണ്ട് ചെയ്തതാണ്, പക്ഷേ അവർക്ക് ഭയങ്കര പേടി കേട്ടോ. എന്നാലും ഞാനും അവനെ സമ്മതിച്ചു, കാരണം ഞാൻ വെച്ചാൽ പേടിൻ്റെ പുറത്ത് അതിനൊന്നും പോവുകയല്ല കേട്ടോ. ഇവന് അതിനൊരു ധൈര്യം കാണിച്ചല്ലോ എന്ന് ഞാൻ വിചാരിച്ചു കേട്ടോ. പിന്നെ അതെല്ലാം കഴിഞ്ഞ് ഓരോരുത്തരിങ്ങനെ പെറ്റിനൊക്കെ എടുത്തിട്ട് കൈമ വെക്കലായിരുന്നു കേട്ടോ. പൊന്നൂന് ഒരു പാരറ്റിനെ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ പൊന്നൂൻ്റെ കൈ വന്ന് പിന്നെ അനിയൻ്റെ കൈ കൊടുത്തിട്ടോ. അനിയൻ്റെ കൈ കൊടുത്തപ്പോൾ അനിയൻ്റെ മോനിക്ക് ഇതിൻ്റെ സൗണ്ട് കൊണ്ട് ചെറുതായിട്ടൊരു പേടിയുണ്ടായിട്ടോ. എന്നാലും നല്ല സന്തോഷത്തോടെ അങ്ങനെ നോക്കുന്നുണ്ടോ. പിന്നെ സന്മോൻ്റെ കൈ കൊടുത്തിട്ടോ. പിന്നെ ഏട്ടൻ്റെ മോനെ സ്നേക്കിനെടുത്തിട്ട് കയ്യിൽ വെച്ചിട്ടോ. ഓന് ഭയങ്കര ഹാപ്പി ആയിട്ടോ. ഓന് യാതൊരു കൂസലും ഒരു പേടിയില്ല കേട്ടോ. അത് കണ്ടപ്പോൾ അനിയന്മാരെ മക്കളൊക്കെ പറയും കേട്ടോ, എനിക്കും ചെയ്യണം പറയുന്നു കേട്ടോ. അപ്പോൾ ഈ മക്കളൊക്കെ ഞങ്ങളെ കൂടെ വന്നോലൊക്കെ ഭയങ്കര ഹാപ്പി കേട്ടോ. അതിൻ്റെ നമുക്കൊരു സന്തോഷമല്ലേ, ഇവരെ ഹാപ്പി അല്ലേ നമ്മളെ ഹാപ്പി. പിന്നെ ഇപ്പുറത്തെ 2-3 കേജിൽ ആടാളാണ് കേട്ടോ. ആ കേജിൽ ഒരാടിനെ കാണുന്നുണ്ട്, ഈ ഒരു കേജിൽ 2 ആടിനെ കാണും കേട്ടോ. ഈ പാത്തൂൻ്റെ കുട്ടിയായിരിക്കും ഒന്നെന്നാണ് തോന്നുന്നത്. ഭയങ്കര വൃത്തിയുണ്ട് കേട്ടോ ഈ ആടിൻ്റെ കൂടൊക്കെ. ദിവസം 3 പ്രാവശ്യം ക്ലീൻ ആക്കും അത്ര ഈ ആടാളെ കൂടൊക്കെ കേട്ടോ. ഈ ആടാളാണെങ്കിലും ആടിൻ്റെ കൂടാണെങ്കിലും ഭയങ്കര നീറ്റാട്ടോ. ഞങ്ങളെക്കാട്ടിൽ സന്തോഷം ഇത് ആടിനെ കണ്ടപ്പോൾ ഞങ്ങളമ്മ കേട്ടോ. ഈ ഒരു ജേക്കബ് ഷിപ്പിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ സിംഹത്തിൻ്റെ വാലും 4 കൊമ്പ് കേട്ടോ. ഇതിനെ കണ്ടപ്പോൾ ഞങ്ങളമ്മ ചോദിക്കുന്നത് ഇതിങ്ങനെ ഉണ്ടാക്കി വെച്ചാണോ എന്ന് ചോദിക്കുന്നു കേട്ടോ. പിന്നെ ഈ കാണുന്ന സ്ക്വറൽ മങ്കി കേട്ടോ, ഭയങ്കര ക്യൂട്ടുണ്ട് കാണാൻ, നല്ല രസമുണ്ട് കേട്ടോ. ഞാൻ കുറേ നേരം നോക്കി കേട്ടോ, ഇവരെ കളികളൊക്കെ കാണാൻ ഭയങ്കര രസമുണ്ട് കേട്ടോ. അങ്ങനെ ഈ 2 ഉള്ളൂ കേട്ടോ ഈ കൂട്ടിലുണ്ട്. പിന്നെ ഇവർ വെള്ളം കുടിക്കണമൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഈ കാണുന്നത് ചൈനീസ് കോഴി കേട്ടോ, ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ് കേട്ടോ. യെല്ലോ ഷെയ്ഡ് കൂടുതലുള്ളതുകൊണ്ട് കുറഞ്ഞ യെല്ലോ ഷെയ്ഡുള്ളതുകൊണ്ട് കേട്ടോ ഭയങ്കര രസമുണ്ട് കേട്ടോ. പിന്നുള്ളത് ഡോഗ്സിൻ്റെ ഒരു സെക്ഷൻ കേട്ടോ. ഇനിയുള്ളത് എല്ലാ കേജിലും ഡോഗ്സിനെ കാണാൻ പറ്റും കേട്ടോ. ഒക്കെ നല്ല ഉറക്കത്തിലാണ് കേട്ടോ, നമ്മൾ ശല്യപ്പെടുത്താനൊന്നും നോക്കില്ല കേട്ടോ. പിന്നെ ഡോഗ്സിന് വലിയ താല്പര്യമില്ലാത്ത, ഡോഗ്സിനെ പൊതുവെ എനിക്ക് പേടിയാട്ടോ. പാമ്പിന് പേടിൻ്റെ പോലെ തന്നെ ഡോഗ്സിന് പേടിയാട്ടോ. ഈ ഒരു ഡോഗ്സ് മാത്രം ഉറങ്ങാതിരിക്കും കേട്ടോ. പിന്നെ നമ്മൾ കണ്ട ഇതാട്ടോ മീർ ക്യാറ്റ്. അത് കഴിഞ്ഞ് നമ്മൾ ഇവിടെ എത്തിക്കണം കേട്ടോ. ഇപ്പോൾ ഇവിടെ ഒരു ഡോഗ് കാണാൻ പറ്റും, നല്ല ക്യൂട്ട് കേട്ടോ. അതിൻ്റെ മുടിയൊക്കെ കെട്ടിക്കൊടുത്തിട്ടുണ്ടോ. പിന്നെ ഇവിടെ 2 ആമകളുണ്ട് കേട്ടോ. പിന്നെ അതിൻ്റെ തൊട്ടപ്പുറത്ത് വെള്ളത്തിൽ 2 ആമകളുണ്ട് കേട്ടോ. ഇതിനെ കണ്ടപ്പോൾ അജുണ്ടോ വെറുതെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് കേട്ടോ. കാരണം ഒന്നാമത്തെ കാര്യം വെള്ളത്തിലല്ലേ, അപ്പോൾ വെള്ളത്തിലാകുമ്പോൾ കുട്ടികൾക്ക് പ്രത്യേക ഒരു ഇഷ്ടമാണല്ലോ. പിന്നെ ഈ ഒരു കേജിയുള്ളത് സ്ക്വറലാണ് കേട്ടോ. ഒന്നല്ല 2 കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. അതിലാറുണ്ടോയെന്ന് അറിയില്ല. ഇനി ഈ കൂടിൻ്റെ ഉള്ളിൽ ഒളിച്ചിരിക്കണൊക്കെ ഉണ്ടാവും കേട്ടോ, അങ്ങനെ ഉണ്ടോയെന്ന് അറിയില്ല കേട്ടോ. പിന്നെ ഈ ഒരു മങ്കി നമ്മളെ കണ്ടപ്പോൾ ഈ നെറ്റുമങ്കി ചാടിയത് കേട്ടോ. കുറേ മുട്ടിയിട്ടാണ് പിന്നെ അപ്പുറത്തേക്ക് ചാടിയത് കേട്ടോ. ഭയങ്കര രസമുണ്ട് അതിൻ്റെ കളി കാണാൻ, നല്ല ക്യൂട്ട് കേട്ടോ. ഒക്കെ വെറൈറ്റി കുരങ്ങുകളാട്ടോ ഇതൊക്കെ. ഇതിൻ്റെ പേരും എവിടെ നിന്നാണെന്നുള്ളതെന്നൊക്കെ ഇവിടെ മെൻഷൻ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ നിറയെ കോഴിക്കറുപ്പുകളുണ്ട് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ, ഇവർക്ക് തീറ്റ കൊടുക്കാൻ ഭയങ്കര ഇഷ്ടം കേട്ടോ. അപ്പോൾ എൻ്റെ കയ്യിൽ തീറ്റയൊന്നുമില്ല, തീറ്റയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഓരോരുത്തർ പൊന്നും സാധനവും ഒക്കെ ആയിട്ട് എല്ലാവരും ഇങ്ങനെ വാങ്ങിക്കൊണ്ടായിട്ട് കുറച്ച് എൻ്റെ കയ്യിലുണ്ടായിരുന്നു, അതൊക്കെ ഇവരൊക്കെ വാങ്ങിക്കൊണ്ടായിട്ട് കഴിഞ്ഞിട്ടോ. അപ്പോൾ ഞാൻ വെറുതെ ഇങ്ങനെ കാട്ടിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ ഇതിലിങ്ങനെ കളിച്ചിരിക്കാൻ. അപ്പോൾ ഞാൻ അതിനിങ്ങനെ പിടിച്ചാനൊക്കെ ഇങ്ങനെ നോക്കിന് കേട്ടോ. എന്തായാലും ഈ ഒരു സംഭവം എനിക്ക് പേടില്ല കേട്ടോ. എനിക്ക് ഇങ്ങനത്തെ ഒന്നും പേടില്ല. എനിക്ക് വലിയ പാമ്പിനൊക്കെ ഉണ്ട് എനിക്ക് പേടി. കൊത്തൂല എന്ന് പറഞ്ഞാൽ കൊത്തുമോ അങ്ങനെയൊക്കെ തോന്നും കേട്ടോ. അല്ലാത്ത ജീവികളൊന്നും എനിക്ക് പേടില്ല കേട്ടോ. പിന്നെ നിറയെ ഇഗ്വാനകളായിട്ടുണ്ട് അതിന്. ഇവർക്കൊക്കെ അല്ലേ ഫുഡും വെള്ളമൊക്കെ ഇവരെ കേജിൻ്റെ അകത്ത് തന്നെ ഉണ്ട് കേട്ടോ. ഭയങ്കര നീറ്റ് കേട്ടോ ഇവരൊക്കെ. നമ്മൾ ഇത്രയും ദൂരം നടന്നിട്ട് ഒരു ബാഡ് സ്മെല്ലും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ എത്രത്തോളം നീറ്റാക്കുണ്ടാവുമെന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതുള്ളല്ലോ. അപ്പം ഈ അങ്ങനെ ഇഗ്വനൻ്റെ സെക്ഷൻ കഴിഞ്ഞപ്പോൾ എലികളെ സെക്ഷൻ എത്തിയിട്ടുണ്ട് കേട്ടോ. ഭയങ്കര നല്ല രസമുള്ള എലികൾ കേട്ടോ. നമ്മൾ വീട്ടിലത്തെ എലിനെ കണ്ടാൽ നമ്മൾ എന്തായാലും തച്ചല്ലേ, നമ്മൾ സാധനമൊക്കെ കേടെടുത്തെന്ന് വിചാരിച്ചിട്ട്. ഇവിടുത്തെ എലികളൊക്കെ ഭയങ്കര രസം കേട്ടോ. ഇവിടെയൊക്കെ ടിക്കറ്റ് എടുത്തിട്ട് വേണം എലിനെ വരെ കാണാൻ കേട്ടോ. പിന്നെ കുഞ്ഞു കുട്ടികളുണ്ട് കേട്ടോ എലിയാളിൽ, ഇന്നും ഒന്നിലേക്ക് പ്രസവിച്ച കുഞ്ഞു കുട്ടികൾ കേട്ടോ ഇതൊക്കെ. പിന്നെ എലിൻ്റെ സെക്ഷനൊക്കെ കഴിഞ്ഞപ്പോൾ റാബിറ്റ് ആയിട്ടോ. റാബിറ്റിൻ്റെ എലിൻ്റെയൊക്കെ മുഖം ഏകദേശമൊക്കെ ചില എലിനെ കാണുമ്പോൾ ഏകദേശമൊക്കെ ഒരുപോലെ തോന്നിട്ട് എനിക്ക് ഇതേ റാബിറ്റ് ഇതേ എലി ഒന്നും മനസ്സിലാവണില്ല കേട്ടോ. അങ്ങനെ ഇതൊക്കെ റാബിറ്റ് കേട്ടോ. ഈ ഒരു കേജിലുള്ള ഒരു തരം ക്യാറ്റ് എന്നൊക്കെ പറയാം കേട്ടോ. ഏഞ്ചൽ എന്നാട്ടോ അതിൻ്റെ നിക്ക് നെയിം.
പിന്നെ ഇത് ഒരു ഗേറ്റ് കേട്ടോ. ഇത് നമ്മൾ നാട്ടിലൊക്കെ ഉണ്ടാകുന്ന പോലത്തെ സാധാരണ ഒരു ഗേറ്റ് കേട്ടോ. പിന്നെ ഇതൊരു പുലിനെ പോലത്തെ ഒരു ഗേറ്റ് തോന്നിയിട്ട് എനിക്ക് ഭയങ്കര രസമുണ്ട് കേട്ടോ കാണാൻ. അപ്പോൾ ഇതിനെ കൈ എത്തുന്ന ദൂരത്തരാം. അതുകൊണ്ട് സനു അതിനെ ഇങ്ങനെ കൃപിയോണ്ട് കേട്ടോ, അതിന് കൃമ്പാനൊക്കെ തോന്നുന്നുണ്ട് കേട്ടോ. പിന്നെ അതെല്ലാം കഴിഞ്ഞിട്ട് ഒരു അക്വേറിയനാണ് കേട്ടോ. ഇതിൽ നിറയെ ഫിഷുകളുണ്ട് കേട്ടോ. ഭയങ്കര രസമുണ്ട് വെച്ചാൽ ഭയങ്കര രസമുണ്ട് കേട്ടോ. ഇനി പ്രാക്കള സെക്ഷൻ എത്തിയിട്ടുണ്ട് കേട്ടോ. ഭയങ്കര രസമുള്ള പ്രാക്കൾ കേട്ടോ. ഈ പ്രാക്കളൊക്കെ കാണുമ്പോഴാണ് നമുക്ക് നമ്മളെ വീട്ടിലും പ്രാവിനെ വളർത്തണമെന്ന് തോന്നുന്നത് കേട്ടോ. ഈ പ്രാവിനെ കണ്ട കാലിന് തൂവലുള്ളതാണ് കേട്ടോ. ഇനി ഈ പ്രാവിൻ്റെ ചിറക് കണ്ടോ, നമ്മളെ റോസ് പൂ പോലത്തെ എന്താ തൂവലുകൾ കേട്ടോ. അതിൻ്റെ ചിറകുമ ഭയങ്കര രസമുണ്ട് കേട്ടോ കാണാൻ. ഈ പ്രാവ് ഹെൽമെറ്റ് ഇട്ട പോലെ തോന്നി കേട്ടോ. ഹെൽമെറ്റ് പ്രാവ് എന്ന് വിളിക്കാൻ തോന്നി. ഇതിന് പേരും എല്ലാം ഇവിടെ മെൻഷൻ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതാണ് വെള്ളത്തിലെ പെരിച്ചായി നൊയലിന്നോ ഒക്കെ പറയാൻ തോന്നുന്നുണ്ട് കേട്ടോ. ഇതിന് കുറേ മൃഗങ്ങളായിട്ട് സാമ്യമുണ്ട് തോന്നിയിട്ട് എനിക്ക്. അതിൻ്റെ ശരീരം കാണുമ്പോൾ മുയലിനെ പോലെ തോന്നിട്ടോ. കാല് കണ്ടപ്പോൾ എനിക്ക് താറാവിനെ പോലെ തോന്നിട്ടോ. ഇവിടെ പെറ്റ് കെയർ യൂണിറ്റ് ഉണ്ട് കേട്ടോ ഈ പെറ്റ് സ്റ്റേഷൻ്റെ അകത്ത് തന്നെ. ഇതൊക്കെ നല്ല കാര്യം കേട്ടോ. ഇനി എന്താണെങ്കിലും കുറച്ച് പാമ്പുകളൊക്കെ കാണാം കേട്ടോ. എനിക്ക് പൊതുവേ പാമ്പുകളോട് വലിയ ഇഷ്ടമില്ല കേട്ടോ. പാമ്പിനെ പേടിയാണ്, കാണുന്നത് വലിയ ഇഷ്ടമില്ല കേട്ടോ. എന്താണെന്നറിയില്ല, പാമ്പുകൾ നല്ല ഇഷ്ടമുള്ളവരൊക്കെ ഉണ്ടാവും. എനിക്ക് പൊതുവേ എന്താണെന്നറിയില്ല, പാമ്പിനെ കാണുന്നതും വലിയ ഇഷ്ടമില്ല കേട്ടോ. പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഈ കിളികൾക്ക് തീറ്റ കൊടുക്കും കേട്ടോ. അതിൻ്റെ അകത്ത് കയറി കഴിഞ്ഞാൽ അപ്പോൾ ഈ കിളികൾ നമ്മളെ തലയിൽ വന്നിരിക്കും, കൈമ വന്നിരിക്കുകയൊക്കെ ചെയ്യും കേട്ടോ. നമ്മളെ ഫാമിലിയിലൊക്കെ കയറിയിട്ടുണ്ടായിട്ടോ. ചിലവിലൊക്കെ എല്ലാവർക്കും കയറിയിട്ടില്ല കേട്ടോ. അപ്പോൾ പെറ്റ് സ്റ്റേഷനൊക്കെ കണ്ട് നമ്മൾ സന്തോഷമായി ഹാപ്പിയായി ഇറങ്ങുമ്പോൾ നമ്മൾ ഒന്നും കൂടെ ഹാപ്പിയാക്കാൻ വേണ്ടിയിട്ട് ഇവിടെ കുറച്ച് ക്യൂട്ട് സാധനങ്ങളുണ്ട് കേട്ടോ. നമുക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റിയ കുഞ്ഞു കുഞ്ഞു സാധനം, കാണാൻ നല്ല രസമുള്ള സാധനങ്ങളാണ് കേട്ടോ. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് നമ്മൾ പുറത്തിറങ്ങുമ്പോൾ 2 കുതിരകളെ കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. പോയി ടാറ്റാ.